ഞാനൊരു സാന്റ ആവാൻ ചൂസ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതാരെയാ? രേഖ ചേച്ചി ആയിരിക്കും, എൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്യുന്നത്. ഞങ്ങളുടെ സൂപ്പർ ഹീറോ റൈജൻ. കിരൺ ചേട്ടൻ. ഞങ്ങളുടെ സേതുവേട്ടൻ ആയിരിക്കും ചൂസ് ചെയ്യുക. സേതുവേട്ടൻ. വൈ ഇത്രയും ആപ്റ്റായിട്ട് ഒരാളുള്ളപ്പോൾ വേറൊരു ചോയ്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. സേതുവേട്ടൻ. ബട്ട് വൈ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം സേതുവേട്ടൻ. ലുക്ക് വൈസ് ചൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ കിരൺ ചേട്ടനെ ചൂസ് ചെയ്യും. കിരൺ ചേട്ടൻ്റെ കൊടയറും ഒക്കെ കറക്റ്റ് ഒരു സാൻഡയുടെ ലുക്കൊക്കെ ഉണ്ട്. ഒരു തടിയൊക്കെ ഉള്ളപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനാണല്ലോ. ഇവിടെ സാന്റ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നല്ല വണ്ണവും നല്ല, പിന്നെ മേക്ക് ഓവർ ചെയ്ത് താടിയൊക്കെ വെച്ച് മേക്ക് ഓവർ ചെയ്തെടുക്കാനും കുറച്ചുകൂടെ ഈസി. വയറ് വെച്ച് കെട്ടി ഒരു പില്ലോ രൂപത്തിൽ വെക്കേണ്ട കാര്യമില്ല ഒന്ന്. പിന്നെ ഇപ്പോൾ ആൾ മുട്ടയും കൂടി അടിച്ചിട്ടുള്ള കാരണം നമുക്ക് താടിയും തൊപ്പിയൊക്കെ വെക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പാനി എപ്പോഴും ഇതുപോലെ മൊട്ടത്തലയും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എന്തിനാ ചിന്തിക്കുന്നത്?